നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെതിരെയുള്ള യുദ്ധം തൽക്കാലം നെതന്യാഹു നയിക്കട്ടെ. ട്രംപ് നെതന്യാഹു പറയുന്നത് അനുസരിക്കുകയാണ് നല്ലത്. പറയുന്നത് അമേരിക്കയിലുള്ള ജൂതന്മാർ. വല്ലാത്ത ഊരാക്കുടുക്കിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെന്നുപെട്ടിരിക്കുന്നത് എന്ന അമേരിക്കൻ പൊതുവികാരം. ഇറാനെതിരെയുള്ള ആക്രമണത്തിന് അമേരിക്ക എങ്ങനെയാണ് പദ്ധതി തയ്യാറാക്കിയത് എന്ന ചോദ്യത്തിന് മുന്നിൽ പലപ്പോഴും പതറുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരാഴ്ച മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇറാനെതിരെയുള്ള യുദ്ധം വിജയിച്ചിരിക്കുന്നുവെന്ന്. എന്നാൽ തൊട്ടു പിന്നാലെ ലോകം കേൾക്കുന്നത് ഇറാൻ അതിമാരകമായി അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളെയും ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെയും ആക്രമിക്കുന്ന വാർത്ത. ഇറാനിയൻ ഭരണകൂടം നിയന്ത്രിച്ചിരുന്നവരെയൊക്കെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് കൊന്നൊടുക്കി. ഇപ്പോഴിതാ ഇറാൻ ഭരണം ചെന്നുപെട്ടത് കൊടും തീവ്രവാദികളുടെ കയ്യിലാണോ എന്ന സംശയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും. അലി ഖമനേയും അലി ലാരിജാനിയും ഒക്കെ വധിക്കപ്പെട്ടു. ബാസിദ് സേനയുടെ തലവനും IRGC കമാൻഡർമാരുമൊക്കെ തുടച്ചു നീക്കപ്പെട്ടു. എന്നിട്ടും എങ്ങനെയാണ് ഘടനാപരമായി IRGCക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്? മറുവശത്ത് ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ കപ്പം പിരിക്കുന്നത് IRGCയുടെ ഏജന്റുമാരാണ്. ഇറാൻ പൂർണ്ണമായും ഭീകരരുടെ കൈകളിൽ ചെന്നുപെടുന്നുവോ എന്ന സംശയം. മറുവശത്ത് ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി എവിടെയെന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ഭരണം തീവ്രവാദികളുടെ കൈകളിൽ ചെന്നുപെട്ടു എന്ന സംശയം അമേരിക്കയ്ക്കും ശക്തമാണ്. ഇവിടെയാണ് ഇസ്രായേലിൻ്റെ ചില കടുത്ത നീക്കങ്ങൾ നമ്മൾ നിരീക്ഷിക്കേണ്ടത്. യുദ്ധം തുടങ്ങിവെച്ചത് ഇസ്രായേൽ തന്നെ. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു, 3 ആഴ്ച യുദ്ധമാണ് അവർ പദ്ധതിക്കായി വിഭാവനം ചെയ്തത്. യുദ്ധവിജയത്തിന് 3 പദ്ധതികൾ മൊസാദ് തയ്യാറാക്കി. 1ഉം 2ഉം പദ്ധതികളുടെ വിജയത്തിന് ശേഷം 3ആം പദ്ധതിയിലേക്ക് കൈതൊട്ടപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു ഭയം. അവിടെയാണ് യുദ്ധഗതി പാളിയത് എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. ഇറാന്റെ പരമോന്നത നേതാവിനെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവികളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്രയേൽ യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ IRGCയുടെ സേനാ കേന്ദ്രങ്ങളടക്കം ആക്രമിച്ച് തകർത്തു. നിരവധി ആയുധ ഡിപ്പോകൾ അവർ തീയിട്ടു. ഇറാന്റെ കരുത്തായി അവർ കരുതിയിരുന്ന ആസ്ഥാനങ്ങളൊക്കെ പിന്നീട് തീയാൽ കത്തിയമരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അതിൻ്റെ തുടർച്ചയായി ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നത് എന്തെന്ന് വ്യക്തം. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളുമൊക്കെ ആക്രമിക്കുക, ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുക. ആദ്യ ആക്രമണങ്ങളുടെ പതർച്ചയിൽ തകർന്നിരിക്കുന്ന ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലുകൂടി തകർക്കുന്നതോടെ ജനങ്ങൾ തെരുവിലേക്കിറങ്ങും. അതിനു മുൻപ് ഭരണകൂടത്തിൻ്റെ അവശേഷിക്കുന്ന ശക്തി കൂടി തുടച്ചു നീക്കണം. ഇതായിരുന്നു മൊസാദിൻ്റെ ബ്ലൂ പ്രിന്റ്. ഇവിടെ തടയിട്ടത് അമേരിക്ക തന്നെ. ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒന്ന് പതറി. സഖ്യരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം. ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. ലോകത്തൊരു ഊർജ്ജ ദുരന്തം സംഭവിക്കുമെന്നും തങ്ങളുടെ സഖ്യരാജ്യങ്ങൾ മാത്രമല്ല മിക്ക ലോകരാജ്യങ്ങളുടെയും സാമ്പത്തിക രംഗം താറുമാറാകുമെന്നും വലിയ സമ്മർദ്ദമാണ് ട്രംപിന് മേൽ മറ്റു രാജ്യങ്ങൾ ചെലുത്തിയത്. ഇതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകളുടെ വഴി തേടുകയായിരുന്നു അമേരിക്ക. അവിടെ പിഴച്ചുവെന്ന് വ്യക്തം. എന്നാൽ ആ ഘട്ടത്തിൽ ഇസ്രയേൽ തുടർച്ചയായി ഇറാന് മേൽ ആക്രമണങ്ങൾ തുടർന്നു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളടക്കം അവർ ആക്രമിച്ചു. ഇസ്രയേലിനോട് യുദ്ധത്തിൽ ഒരു പോസ് ആവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പിന്നീട് യുദ്ധഗതി തിരിച്ചുവിട്ടത്. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് ഇറാന് മുന്നിൽ നിർദ്ദേശം വച്ച ഡൊണാൾഡ് ട്രംപ് മറുവശത്ത് ഇറാന് ആക്രമിക്കാനുള്ള വേദി തുറന്നിടുകയായിരുന്നു. അവസരം പരമാവധി ഉപയോഗപ്പെടുത്തി ഇറാൻ. അവർ ഗൾഫിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെ ഒന്നൊന്നായ ആക്രമണങ്ങൾ തൊടുത്തു. മറുവശത്ത് അമേരിക്കൻ വ്യോമ കേന്ദ്രങ്ങൾക്ക് നേരെയും ശക്തമായ ആക്രമണം. ഇന്നലെ സൗദി അറേബ്യയിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. അബുദാബിയിലടക്കം നിരവധി മിസൈൽ ആക്രമണങ്ങൾ. അതിശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ ഇറാൻ ഗൾഫിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെ ചൊരിയുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അമേരിക്ക പൊടുന്നനെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങരുത്, ഇറാനെ തകർത്ത് തരിപ്പണമാക്കിയേ പിൻവാങ്ങാവൂ എന്നിക്കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയും UAEയും ഒരുമിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ ഹോർമുസ് കടലിടുക്ക് എന്നേക്കുമായി ഇറാന്റെ കൈകളിൽ ചെന്നുപെടുമെന്ന് അവർ ഭയപ്പെട്ടു. മറുവശത്ത് ഇസ്രയേൽ അമേരിക്കയ്ക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത് അടിയന്തരമായി കാർഗദ്വീപ് പിടിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട്.
അല്ലെങ്കിൽ കാർഗ് ദ്വീപിലെ എണ്ണ നിക്ഷേപമടക്കം സർവ്വതും തീയിട്ട് തകർക്കണം. 2 ദിവസം മുൻപ് അമേരിക്കയിലെ ജൂത സമൂഹങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾ ഉയർന്നു. ട്രംപിനേക്കാൾ നന്നായി നെതന്യാഹു യുദ്ധം കൈകാര്യം ചെയ്യും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇസ്രയേൽ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്. ഒച്ചയും വിധിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് ജൂതന്മാർ ആവശ്യപ്പെട്ടു. യുദ്ധം ഒരിക്കലും ഒച്ചയുടേതല്ല. നെതന്യാഹു ഇസ്രയേലിന് പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. യുദ്ധം ശക്തിയുടേതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചുറ്റും എപ്പോഴും നമ്മൾ കാണുന്നത് ആരവങ്ങൾ മാത്രമാണ്. വ്യക്തിത്വം, ബ്രാൻഡിംഗ്, അഹങ്കാരം, പ്രകടനം, അനന്തമായ രാഷ്ട്രീയ സ്ഥിതിവിശേഷം, ഇത്തരം ഘടകങ്ങൾ ട്രംപിനെ നിയന്ത്രിക്കുന്നു. മറുവശത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിയന്ത്രിക്കുന്നത് ഒരൊറ്റ ഫാക്ടർ: യുദ്ധവിജയം. ഇപ്പോഴിതാ അമേരിക്കയിലെ ജൂത പീപ്പിൾ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില ചർച്ചകൾ ഉയരുന്നു. ജൂത പീപ്പിൾ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇക്കഴിഞ്ഞ ദിവസം ഒരു സർവേ സംഘടിപ്പിച്ചു. അമേരിക്കയിലെ ജൂത സമൂഹം ഈ സർവേയിൽ ട്രംപിനേക്കാൾ നെതന്യാഹുവിനെ കൂടുതൽ പോസിറ്റീവായി കാണുന്നു യുദ്ധകാര്യങ്ങളിൽ. നെതന്യാഹുവിനെ ഇസ്രയേലികൾ അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നില്ല. പലപ്പോഴും അവർ നെതന്യാഹുവിനോട് കലഹിക്കുന്നു. എന്നാൽ യുദ്ധവേളകളിൽ രാജ്യത്തെ നയിക്കാൻ ഏറ്റവും ശക്തനായ ഭരണാധികാരി നെതന്യാഹു തന്നെയെന്ന് അവർ വിശ്വസിക്കുന്നു. നെതന്യാഹുവിൻ്റെ പോരായ്മകൾ ജൂത സമൂഹത്തിനറിയാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശക്തിയിൽ അവർ വിശ്വസിക്കുന്നു. ഈ യുദ്ധം എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വേണം ശത്രുവിനെ നേരിടാൻ. അവിടെയാണ് നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള വ്യത്യാസം. നെതന്യാഹു ട്രംപിനേക്കാൾ ഗൗരവമുള്ളവനാണ് എന്ന് ജൂത സമൂഹം പറയുന്നു. കൃത്യതയോടെ ആസൂത്രിതമായി യുദ്ധം ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ നെതന്യാഹുവിന് കഴിയുന്നുണ്ട്. യുദ്ധം എപ്പോഴും വിജയികളുടേതാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം വിജയിക്കാനുള്ളതായി മാറ്റണമെന്നാണ് ജൂത സമൂഹത്തിൻ്റെ ആവശ്യം. ഇസ്രയേലിൽ തന്നെ നടക്കുന്ന സർവേകളിൽ ചില കാര്യങ്ങൾ വ്യക്തമാണ്. ഇറാനെതിരായി ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രയേലികൾ പരിപൂർണ പിന്തുണയാണ് നെതന്യാഹുവിന് നൽകുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ച 68% യുദ്ധ അനുകൂലികൾ. ഇപ്പോൾ ആ തോത് 62% താഴ്ന്നിട്ടുണ്ട്. ഇറാനിൽ ഒരു ഭരണമാറ്റമുണ്ടാക്കി മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാവൂ എന്ന് ജൂത സമൂഹം ആവശ്യപ്പെടുന്നു. ക്ഷമയും പ്രതിരോധത്തെക്കുറിച്ചുള്ള പരിചിതമായ സംസാരവുമൊക്കെയാണ് ഇസ്രയേലികളുടെ പ്രത്യേകത. യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ സംസാരവും ബഹളവുമല്ല, ആസൂത്രിത നീക്കമാണ് എന്ന് ഇസ്രയേലികൾക്കറിയാം. ആളുകൾ നെതന്യാഹുവിനെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും അദ്ദേഹം ഇറാനിയൻ ഭീഷണിയെ ഉന്മൂലനം ചെയ്യാൻ ശക്തനാണ് എന്ന് ഇസ്രയേലികൾക്കറിയാം. അതുകൊണ്ടാണ് അമേരിക്കയിലെ ട്രംപിനേക്കാൾ ഇസ്രയേലിൻ്റെ നെതന്യാഹുവിനെ അമേരിക്കയിലുള്ള ജനങ്ങൾ പോലും ഇപ്പോൾ അംഗീകരിക്കുന്നത്. യുദ്ധങ്ങൾ നടത്തുന്ന രീതി നെതന്യാഹു മാറ്റിമറിച്ചു. ബുദ്ധിശക്തി, കൂടുതൽ വേഗത്തിൽ ശത്രുമടയിൽ എത്തിച്ചേരൽ, ക്ഷമ, കൃത്യത എന്നിവയിൽ ഇസ്രയേൽ വ്യത്യസ്തരാണ്. യുദ്ധത്തിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ സംയോജനം തന്നെയാണ് ഏറ്റവും പ്രാധാന്യമേറിയത്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ച അന്നു മുതൽ തുടർച്ചയായി ഇസ്രയേലിൻ്റെ വ്യോമസേന ഇറാൻ മണ്ണിലേക്ക് തുരുതുര ബോംബുകൾ വർഷിക്കുന്നു. അവരുടെ ആക്രമണ ശക്തിയിലും വീര്യത്തിലും അണുവിട കുറവ് വരുന്നില്ല. പതിറ്റാണ്ടുകളായി ഇസ്രയേൽ നിലനിർത്തുന്ന ആക്രമണ ശൈലിയാണിത്. ഇസ്രയേലിൻ്റെ മൊസാദ് തലവന്മാരും ഭരണകൂട തലവന്മാരുമൊക്കെ അതിന് കരുത്തു പകരുന്നു. യുദ്ധകാല സാഹചര്യങ്ങളിൽ ശത്രു രാജ്യങ്ങളിൽ സാധാരണക്കാരുടെ മരണനിരക്ക് വളരെ കുറഞ്ഞിരിക്കണമെന്ന് എപ്പോഴും ശഠിക്കാറുണ്ട് ഇസ്രയേൽ ഭരണകൂടം. അതുകൊണ്ട് തന്നെ പരമാവധി കൃത്യതയോടെ, വ്യക്തമായ ശ്രമത്തോടെ, അതിലേറെ മുതിർന്ന കമാൻഡർമാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എപ്പോഴും യുദ്ധം നടക്കുന്നത്. ഇറാനെതിരെയുള്ള ബോംബിങ്ങിൽ ഒരിക്കലും സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടരുത് എന്ന് ഇസ്രയേൽ നിഷ്കർഷിക്കുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരു സ്കൂളിന് നേരെ ബോംബുകൾ വർഷിച്ചിരുന്നു. അത് അമേരിക്കൻ സേനയ്ക്ക് പറ്റിയ ഒരു പിഴവായിരുന്നുവെന്ന് പിന്നീട് ലോകം തിരിച്ചറിഞ്ഞു. ഇറാനെതിരെയുള്ള യുദ്ധം യുഎസിൽ ഇസ്രയേലിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് തുടക്കത്തിൽ ഇസ്രയേലികൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ അമേരിക്കൻ ജനങ്ങൾ ഇസ്രയേലിനെ വിശ്വസിക്കുന്ന, അവരുടെ കരുത്തിൽ ആശ്രയിക്കുന്ന കാഴ്ച. മറുവശത്ത് ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലിന്റെ കരുത്തിനെയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ മേൽ ഒരു മിസൈൽ തൊടുത്താൽ മറുവശത്ത് ഇറാൻ നഗരങ്ങളിൽ ബോംബ് വർഷിക്കുന്ന കാഴ്ച. ഇസ്രയേലികൾ പൊതുവെ യുദ്ധത്തെ പിന്തുണയ്ക്കും. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾക്കായി അവർ തയ്യാറെടുക്കും. അതുതന്നെയാണ് ഇറാനെതിരെയുള്ള ഈ യുദ്ധത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേർക്ക് ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണം. അന്നു മുതൽ ഇന്നോളം ശത്രുക്കളെ നേരിടാൻ ഇസ്രായേലിൻ്റെ മനക്കരുത്ത് തന്നെയാണ് ലോകം കാണുന്നത്. ജൂദയായാലും സമരിയായാലുമൊക്കെ ജൂത കുടിയേറ്റക്കാർ ധാരാളമുണ്ട്.
ഇസ്രയേൽ സേന അവരുടെ സംരക്ഷണത്തിനായി വിയർപ്പൊഴുക്കുന്നു. എങ്കിലും പതിറ്റാണ്ടുകളായി തങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഇടം കൈവിട്ടു കൊടുക്കില്ല വെസ്റ്റ് ബാങ്കിന് എന്ന് ശടിക്കുന്ന ഇസ്രയേൽ ഭരണകൂടം. ശത്രുക്കൾക്ക് മുൻപിൽ എപ്പോഴും കർക്കശക്കാരൻ്റെ റോളാണ് ഇസ്രയേൽ എടുക്കുന്നത്. ഇസ്രയേൽ ഭരണാധികാരികളുടെ മുഖവും അങ്ങനെ തന്നെ. എന്നാൽ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അവർ ചങ്ക് പറിച്ചു കൊടുക്കും. ചുരുക്കത്തിൽ ഇറാൻ ആക്രമണത്തിൽ ട്രംപിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ലോകത്ത് നെതന്യാഹുവിന് ഇപ്പോൾ ലഭിക്കുന്നുവെന്നതാണ് സത്യം. ട്രംപ് ഇത് ഗൗരവത്തോടെ കാണണമെന്ന് അമേരിക്കയിലെ ജൂത സമൂഹം പറയുന്നു. അമേരിക്കൻ ജൂതന്മാർ പ്രധാനമായും മൃദുഭാഷികളാണ്. അവർ എപ്പോഴും സംയമനം ആഗ്രഹിക്കുന്നു. ഇറാനെതിരെയുള്ള യുദ്ധം നിയന്ത്രിക്കുന്ന അമേരിക്കയിലെ സിറ്റുവേഷൻ റൂമിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചോദിക്കുന്നു. യുദ്ധത്തെ ട്രംപ് വെറും അശ്ലീലമായാണോ കാണുന്നത്? എന്തുകൊണ്ടാണ് ലോകത്തിലേക്ക് അസ്വസ്ഥജനകമായ കിംവദന്തികൾ പ്രചരിക്കുന്നത്? അമേരിക്കൻ സിറ്റുവേഷൻ റൂമിൽ നിന്ന് ഒരിക്കലും ഇത്തരം കിംവദന്തികൾ തൊടുത്തുവിടാൻ പാടില്ല. ഇറാനുമായുള്ള വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും സാധ്യമാണെന്ന് ലോകം കരുതണമെന്നതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പെന്റഗണിലും വൈറ്റ് ഹൗസിലുമൊക്കെ ട്രംപിന്റെ മറ്റൊരു മുഖം കാണുന്നു എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ. സൈനിക കമാൻഡർമാരുടെ മേൽ വളരെ വ്യത്യസ്തമായ നിർദ്ദേശങ്ങളാണ് ട്രംപ് നൽകുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് ഇത്തരമൊരു ഇരട്ട മുഖം ലോകത്തിന് മുന്നിലെടുക്കുന്നത്? അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത് ഒരു അവസാന പ്രഹരം പ്രതീക്ഷിക്കാമെന്ന്. എന്നാൽ ലോക സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കുന്നതിനും ടെഹ്റാന്റെ ചെറുത്തുനിൽപ്പിനെ എന്നേക്കുമായി തകർക്കുന്നതിനും ഒരു വലിയ വ്യോമ-കടൽ കരയാക്രമണം വേണം എന്ന് വിശ്വസിക്കുന്നവരേറെയുണ്ട് അമേരിക്കയിൽ. ട്രംപിന്റെ പദ്ധതികളൊക്കെ നിഗൂഢതയിൽ മൂടപ്പെട്ടിരിക്കുന്നു. അതിന്റെ വ്യാപ്തിയും സമയക്രമവും മാറ്റിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം അതിമാരകമായ ഒരു കാര്യമാണ്. പക്ഷെ ട്രംപിന് തന്റെ പ്രചരണത്തിനുള്ള ഒരു അശ്ലീല ഉപകരണം മാത്രമാണോ എന്ന് അമേരിക്കൻ മാധ്യമങ്ങളുടെ ചോദ്യം. അമേരിക്കൻ പ്രസിഡന്റ് പതിവിലും കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നു. എന്നാൽ പറയുന്നതിലധികവും പ്രവചനാതീതം. പലപ്പോഴും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് തർക്കിക്കുന്നു. അമേരിക്കയിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള JD വാൻസ് ഉൾപ്പെടെയുള്ളവർ നെതന്യാഹുവുമായി കലഹിക്കുന്നു. ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള US താവളങ്ങളിൽ ആക്രമണം നടക്കുന്നതിന്റെ യഥാർത്ഥ വീഡിയോകൾ ആരെങ്കിലും ട്രംപിനെ കാണിക്കുന്നുണ്ടോ എന്ന സംശയം പോലും അമേരിക്കൻ മാധ്യമങ്ങൾ ഉയർത്തുന്നു. ഇത്രയധികം ആക്രമണങ്ങൾക്ക് US വ്യോമത്താവളങ്ങൾ വിധേയമായിട്ടും എന്തുകൊണ്ടാണ് ഇസ്രയേലിന് പോലും ആക്രമണത്തിൽ വേണ്ടത്ര കരുത്തു പകരാത്തത്? ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള പ്രസിഡന്റിന്റെ മാറേ-ലാഗോ മാൻഷനിൽ ഒരു താൽക്കാലിക യുദ്ധമുറിയും ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നു. എന്നാൽ ഈ യുദ്ധമുറിയിലിരുന്ന് ട്രംപ് യുദ്ധം ആഘോഷിക്കുകയാണോ എന്ന ചോദ്യം. ഫെബ്രുവരി 28 ശനിയാഴ്ച യുദ്ധ ആക്രമണങ്ങളുടെ ആദ്യ രാത്രി ട്രംപ് ആഘോഷിച്ചത് ആ യുദ്ധമുറിയിലിരുന്ന്. പ്രവൃത്തി ദിവസങ്ങളിൽ ട്രംപ് വാഷിംഗ്ടണിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അമേരിക്കയുടെ സൈനിക വിജയം അതിന്റെ പൂർണ്ണ ദേശസ്നേഹ പ്രൗഢിയോടെ കാണിക്കുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെടുന്നുവെന്ന് പലപ്പോഴും ട്രംപ് കുറ്റപ്പെടുത്തുന്നു. വെനിൻസുല സ്വേച്ഛാധിപതിയെ വീഴ്ത്താൻ അന്ന് പട്ടാളക്കാർ കാണിച്ച മിടുക്കിൽ അമേരിക്കൻ മാധ്യമങ്ങൾ നിലയ്ക്കാത്ത കയ്യടി നൽകിയിരുന്നു. അവരന്ന് ഉരുക്കുവാതിലൂടെയാണ് അകത്തേക്ക് കടന്നത്. അത് പേപ്പർ ഭാഷ പോലെയായിരുന്നു എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ. ഈ ആത്മവിശ്വാസം അമേരിക്കൻ മാധ്യമങ്ങൾക്ക് മാത്രമല്ല അമേരിക്കൻ ജനങ്ങൾക്കുമുണ്ട്. പക്ഷേ ഇറാനെ തോൽപ്പിക്കണമെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം കട്ടയ്ക്ക് നിൽക്കണം ട്രംപ്. നെതന്യാഹുവിനെ ട്രംപ് ദുർബലപ്പെടുത്തുമ്പോൾ ഇറാനെതിരെയുള്ള യുദ്ധവിജയം വൈകുമെന്ന് അമേരിക്കൻ ജനതയും കരുതുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.